ട്ടാ കോളേജ് ക്ലോസ് ചെയ്ത് കോളേജിൽ നിന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വെക്കേഷൻ ടൂർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്. രാവിലെ പോയിട്ട് പിറ്റേന്ന് വൈകുന്നേരം വരുള്ളൂ. ഞാൻ തൽക്കാലം ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് ടൂറിന് പേര് കൊടുക്കുക. എന്നിട്ട് തലേന്ന് രാത്രി വിളിച്ചിട്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വരാൻ കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തോളും. ടൂർ ഗ്രൂപ്പിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വീട്ടിൽ ഡൗട്ട് വരില്ല. പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാം. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. അതായത് ടൂറ് ഏകദേശം അവർ പോണ ഏരിയൻ്റെ തൊട്ടപ്പുറത്തുള്ള എവിടെയെങ്കിലും ആയിട്ട് നമുക്കും പോവാം. പ്ലേസ് 2-3 പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടില്ല. നമുക്ക് ഒരു ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഏരിയ കുറച്ചപ്പുറത്തായിട്ട് പോവാം. അങ്ങനെയാകുമ്പോൾ ലൊക്കേഷനും വലിയൊരു പ്രശ്നം വരില്ല. പ്ലാൻ ചെയ്തൂടെ? എനിക്ക് ഓഫ് ഉണ്ടാവൂലേ? പറ്റുമോ? നമുക്കൊരു പൂളുള്ള റിസോർട്ട് എടുക്കാം. നമുക്കൊപ്പം കുളിക്കണം. ഒരു സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ടിട്ട് രണ്ടുപേർക്കും ഒപ്പം ചാടണം. പൂളില് ബാൽക്കണിയൊക്കെ ഉള്ള ഒരു റിസോർട്ട് സെറ്റാക്കാം. പറ്റുമോ? എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രം സ്വിമ്മിങ് പൂളിൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ. രണ്ടുപേരും നല്ല തണുപ്പുള്ള സമയത്ത് പൂളിൽ ഇറങ്ങിയിട്ട് കുളിക്കണതും നീന്തി കളിക്കണതും അവിടെ വെച്ചിട്ട് ലിപ് ലോക്ക് ചെയ്യണതും ഹഗ് ചെയ്യണതും ഒക്കെ നല്ല രസമല്ലേ? ആണോ? നല്ല രസമുണ്ട്. എനിക്ക് തന്നെ ആലോചിച്ചിട്ട് നല്ല രസമുണ്ട്. പോവല്ലേ? എന്താ എൻ്റെ അഭിപ്രായം? പറ്റൂലേടാ? നല്ല രസവും രണ്ടുപേരും മാത്രം. നനഞ്ഞ് നല്ല വെള്ളത്തിൽ നല്ല തണുപ്പുള്ള സമയത്ത് പൂളിലിറങ്ങിയിട്ട് നീന്തി തണുത്ത് വിറച്ച് കിടുകിടാ ചുണ്ട് കൂട്ടി മുട്ടാതെ വിറക്കുന്ന സമയത്ത് ചെയ്താലുണ്ടല്ലോ നല്ല രസാ. ആ തണുക്കുന്ന സമയത്ത് കൂട്ടി പിടിച്ചിട്ട് ആക്കി. പിന്നെ ആ തണുത്ത് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ പനീൻ്റെ ഉള്ളിൽ കൂടി എനിക്ക് കയറി വരാൻ പറ്റിയാൽ നല്ല രസമാവും. എന്നിട്ട് ലിപ് ലോക്ക് ചെയ്യാം. നല്ല ടൈറ്റായിട്ട് ഹഗ് ചെയ്തിട്ട് ലിപ് ലോക്ക് ചെയ്യാം. നല്ല രസമുണ്ടാവും. പറ്റൂലേ? എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വേണം. നമുക്ക് പോവല്ലേ? നമ്മൾ പഴയ ചോക്ലേറ്റ് ഇല്ലേ, അതുമാണ്. ചോക്ലേറ്റ് തിന്നതിന് ഒരു പ്രത്യേക മൂടാ. രാവിലെ 11 മണിയാകുമ്പോൾ റിസോർട്ടിൽ കയറിയാൽ നമുക്ക് പറയണം അവരുടെ അടുത്ത്. പിറ്റേന്ന് എല്ലായിടത്തും 12 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. 12 മണിയാകുമ്പോൾ പറ്റൂല, എനിക്ക് കുറച്ചും കൂടി സമയം നീട്ടിത്തരണമെന്ന് ചോദിക്കാം. കുറച്ച് എന്തെങ്കിലും എക്സ്ട്രാ ചാർജ് കൊടുത്താൽ മതിയാവും. നമുക്ക് ഫ്രീ ആയിട്ടൊരു ടെൻഷനില്ലാതെ നിൽക്കാമല്ലോ. കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വീട്ടുകാർ പ്രതീക്ഷിക്കുള്ളൂ. അന്ന് രാത്രി ഞാൻ എമ്മിൻ്റെ വീട്ടിൽ നിൽക്കാനാ പറയാം. എങ്ങനെയാകുമ്പോൾ പിറ്റേന്ന് രാവിലെയൊക്കെ ഞാൻ അവിടെ എത്തണം. പിറ്റേന്ന് രാവിലെ എത്തുന്ന രൂപത്തിൽ ചെയ്താൽ മതി. അപ്പോൾ കുഴപ്പമില്ലല്ലോ. എന്താ എൻ്റെ അഭിപ്രായം?
വേഗം പറയണം. എനിക്ക് സ്വിമ്മിങ് സൂട്ടൊക്കെ റെഡിയാക്കാനുള്ളതാ. പറ്റൂലേ? അതിൻ്റെ റഷനോടൊന്ന് പറയട്ടെ, ഒരു പ്ലാൻ ഉണ്ട്, നമുക്ക് പോകണം. അപ്പം അതുപോലെ ഒരാളൊക്കെ മിസ്സാവുന്ന സമയത്ത് ആരെങ്കിലും സ്പെയറായിട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടല്ലേ പോവാം. അപ്പോൾ അത് മിസ്സാവരുതല്ലോ അവർക്ക്. ആരെങ്കിലും ഒരാളെയും കൂടി എക്സ്ട്രാ കണ്ടു വെച്ചാൽ ആരെങ്കിലും ക്യാൻസലായി പോവുകയാണെങ്കിൽ ആ സീറ്റൊക്കെ കയറാൻ ആരെങ്കിലും കണ്ടുവച്ചു. പക്ഷെ അത് സീക്രട്ടായിട്ട് വേണം എന്നുള്ളത് ഞാൻ അവിടുത്തെ പറഞ്ഞോളാം. പക്ഷെ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടെങ്കിൽ അവന് അതിൽ കയറ്റാൻ പറയാം. അതാകുമ്പോൾ അവരുടെ സീറ്റ് ഫില്ലാക്കാൻ വേണ്ടി ഒരാളെ ആഡ് ചെയ്തതാണെന്ന് പറയാലോ. പിന്നെ ഞങ്ങളെ ഫ്രണ്ട് സർക്കിളിനൊക്കെ അറിയാം റഷൻ്റെ ബോയ് ഫ്രണ്ടിനെ. അതുകൊണ്ട് അവർക്കൊന്നും അതൊരു ബുദ്ധിമുട്ടാവില്ല. നമുക്ക് പോവല്ലേ. എനിക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് ഹഗ് ചെയ്യണം. തണുപ്പത്ത് വിറക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് ഹഗ് ചെയ്തിട്ട് ഒരുമിച്ച് ഷവർ ചെയ്തിട്ട് നല്ല ഹോട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നു വേണം. നല്ല ഫീലാവും. ഓ, എനിക്ക് ഇപ്പം തന്നെ പോവാൻ തോന്നുന്നുണ്ട്. എൻ്റെ ലീവ് സെറ്റാക്കിട്ടോ. പറ്റൂലേ? ഈ എന്നാള് പറഞ്ഞില്ലേ എനിക്ക് ഒരു അരഞ്ഞാണ വാങ്ങിത്തരാന്ന്, അത് വാങ്ങണം കേട്ടോ. ആ സ്റ്റാർ ഇങ്ങനെ തൂങ്ങി നിൽക്കണ അരഞ്ഞാണല്ലേ, അത് മതി. അന്ന് ഫോട്ടോ മുട്ടുന്നില്ലേ, അതിലെനിക്കിഷ്ടമായത് അതാ. സ്റ്റാറുകൾ ഇങ്ങനെ കുറേ സ്റ്റാറുകളല്ലേ ഹാങ് ചെയ്ത് നിൽക്കണ, അത് മതി. അത് നല്ല ഭംഗിയുണ്ട്. ഈ കെട്ടി തന്നാ മതി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ ബ്ലാക്ക് പേളുള്ള പാർശ്വരം, അത് ഞാൻ വാങ്ങി. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഈ എന്തായാലും ആലോചിച്ചിട്ട് പറയട്ടോ. ആലോചിച്ചിട്ട് പറയല്ലോ. ഡേറ്റ് ലീവ് ഫിക്സ് ചെയ്തു. ഡേറ്റ് ഞാൻ നാളെ പറയാം. അവരുടെ അടുത്ത് എന്നാണ് കൺഫേം ആക്കിയിട്ടില്ല ഡേറ്റ്. പക്ഷെ എന്തായാലും വെക്കേഷനിൽ ഓണത്തിൻ്റെ മുമ്പായിട്ട് പോകേണ്ടി വരും. കാരണം അതിൽ ഓണത്തിനുള്ള പോകാനുള്ള കുട്ടികളൊക്കെ ഉണ്ട്, സെലിബ്രേഷനുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അവർ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ അവർക്ക്. ആ സമയത്ത് പോയിട്ടൊന്നും മാറിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ മുമ്പ് എന്തായാലും പോവും. പറ്റൂലെന്ന് പറയരുത് കേട്ടോ, പ്ലീസ്. ഒന്നല്ലേ കേട്ടോ.